ഹായ് ഓൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 21/1/2025 മുതൽ 25/1/2025 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കറണ്ട് അഫയർ ടോപ്പിക് എന്താണെന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ കറണ്ട് അഫയർ ടോപ്പിക്? എന്താണ്? NRI അക്കൗണ്ട്സ് ആണ്. ഓക്കെ, എന്താണ് NRI അക്കൗണ്ട്സ് കറണ്ട് അഫയർ ടോപ്പിക് ആയിട്ട് വരാനുള്ള ഒരു കാരണം എന്താ? നമുക്ക് നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് ലിബറലൈസ്ഡ് നോംസ് അണ്ടർ ദ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് FEMA ഓഫ് 1999 ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് ഇന്ത്യൻ റുപ്പി ഇൻ ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻസ്. അതായത് എന്താണ്, നമ്മുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന്റെ ഭാഗമായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രധാനമായിട്ടും 5 കറൻസികളാണ് ഉപയോഗിക്കുക: ഡോളർ, യൂറോ, യെൻ, യുവാൻ, പൗണ്ട് സ്റ്റെർലിംഗ്. ആ നിലയിലേക്ക് ആരെ കൂടി എത്തിക്കുക? നമ്മുടെ ഇന്ത്യൻ റുപ്പിയെ കൂടി എത്തിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് RBI എന്ത് ചെയ്തിരിക്കുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് എന്താണ് അതിന്റെ നോംസ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒന്ന് ലിബറലൈസ് ചെയ്തിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരം ഒരു കറണ്ട് അഫയർ എന്താണ് നമുക്ക് വരാനുള്ള കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാനുള്ളത് എന്താണ് NRI അക്കൗണ്ട്സ്, അല്ലെങ്കിൽ എത്ര ടൈപ്പ് NRI അക്കൗണ്ട്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ആദ്യത്തേതാണ് ഇത് NRI അക്കൗണ്ട്. എന്താണ്? An NRI non-resident external account can be opened by NRIs with earning from their country of residence, but the funds are held in Indian rupee denominations. അതായത് എന്താണ്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് അവരുടെ ശമ്പളം എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് ഏത് എന്ന് വിളിക്കുന്നത്, NRI അക്കൗണ്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. പക്ഷെ അത് സൂക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ഇന്ത്യൻ കറൻസിയിലായിരിക്കും അത് എന്ത് ചെയ്യുക, സൂക്ഷിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഈ NRI അക്കൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഇൻകം ഫ്രം NRI അക്കൗണ്ട് ഈസ് ടാക്സ് ഫ്രീ. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ വിദേശത്ത് നിന്ന് എത്ര രൂപ ഞാൻ എൻ്റെ NRI അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്താലും, സംടൈംസ് 10 lakh അല്ലെങ്കിൽ 20 lakh റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്താലും അതിന് ഞാൻ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതും എങ്ങനെ പറയുന്നത്, വിത്ത് ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് ഫ്രം ട്രാൻസാക്ഷൻ. അതുപോലെ തന്നെ നാളെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ 20 ലക്ഷം രൂപയ്ക്ക് എനിക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റിനും ഞാൻ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്, NRI അക്കൗണ്ടിന്റെ എന്താണ് പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് NRO അക്കൗണ്ട്. എന്താണ് ഈ NRO അക്കൗണ്ട്? എന്താ? An NRO, that mean non-resident ordinary account opened by NRI to manage income earned in India, rental income, business income, dividends, etc. അതായത് എന്താണ്, NRO അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NRIക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്ന് ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള അക്കൗണ്ടാണ് NRI അക്കൗണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ അബ്രോഡ് ഉള്ള ഒരാളാണെന്ന് വയ്ക്കുക. ഈ അബ്രോഡുള്ള എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് എൻ്റെ നാട്ടിലുണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ റെന്റിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന വ്യക്തിയാണ്. ആ റെന്റിന് കൊടുക്കുന്ന വഴി എനിക്ക് എന്ത് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഇൻകം സൂക്ഷിക്കുന്നതിനുള്ള അക്കൗണ്ടാണ് ഇത് NRO അക്കൗണ്ട് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതും ഈ NRO അക്കൗണ്ടിൽ പൈസ സൂക്ഷിക്കുന്ന എങ്ങനെയായിരിക്കും, ഇന്ത്യൻ റുപ്പിയിൽ തന്നെയായിരിക്കും സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, പക്ഷെ ഇൻട്രസ്റ്റ് ഏൺ ഓൺ ആൻ NRO അക്കൗണ്ട് ഈസ് ടാക്സബിൾ. ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ NRO അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്, ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഏതിന്റെ പ്രത്യേകത, NRO അക്കൗണ്ടിന്റെ എന്താണ് പ്രത്യേകത എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ടൈപ്പ് അക്കൗണ്ട് നോക്കി, ഒന്ന് ഏതാണ്, NRI അക്കൗണ്ടും രണ്ടാമത്തേതാണ് NRO അക്കൗണ്ടും. ഇനി മൂന്നാമത്തേതാണ് ഇത് FCNR ക്ലോസ് B അക്കൗണ്ട്. എന്താണ്? ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് ആണ്. എന്താണ്? അക്കൗണ്ട് അലൗസ് NRIs or persons of Indian origin to deposit earnings in their country of residence in any other prescribed foreign currency by RBI.
ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ജനിച്ചത് ഇന്ത്യയിലാണ് എന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു എക്സ് എന്നുള്ളൊരു കൺട്രിയിലേക്ക് ഞാൻ മൈഗ്രേറ്റ് ചെയ്യുകയും ഞാൻ അവിടുത്തെ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ഇന്ത്യൻ ഒറിജിൻ ആണ്. എനിക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വേണമെങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഈ അക്കൗണ്ട്, ഓക്കെ, ഈ അക്കൗണ്ടിനെയാണ് എന്ത് വിളിക്കുന്നത്, FCNR എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമുക്ക് ഞാൻ ഏത് കറൻസിയിലാണോ ഞാൻ ഏൺ ചെയ്യുന്നത്, സംടൈംസ് ഞാൻ ചിലപ്പോൾ ഡോളറിലായിരിക്കും പൈസ എന്ത് ചെയ്യുന്നത്, ഏൺ ചെയ്യുന്നത്, അതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇന്ത്യൻ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഈ ഡിപ്പോസിറ്റിന്റെയും പ്രത്യേകത എന്താ, ഇത് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഏൺ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ആയിക്കോട്ടെ, ഈ രണ്ടും എന്താണ്, ടാക്സ് ഫ്രീ ആണ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും NRIസിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന 3 അക്കൗണ്ടുകളാണ് നമ്മൾ നോക്കിയത്. അതിൽ ഒന്നാമത്തേതായിരുന്നു NRI അക്കൗണ്ട്, രണ്ടാമത്തേതാണ് NRO അക്കൗണ്ട്, മൂന്നാമത്തേതാണ് FCNRB അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്, ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താ, നൈജീരിയ ആസ് 9th ബ്രിക്സ് പാർട്ട്ണർ കൺട്രി. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ നമുക്ക് നോക്കാം. ബ്രസീൽ ഹോൾഡിംഗ് ദ ബ്രിക്സ് പ്രസിഡൻസി ഇൻ 2025. ഓക്കെ, അപ്പൊ 2025 ബ്രിക്സിന്റെ പ്രസിഡൻസി ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിനാണ്, ബ്രസീലിനാണ്. ആൻഡ് അനൗൺസ് നൈജീരിയ അഡ്മിഷൻ ആസ് എ പാർട്ട്ണർ കൺട്രി ഓഫ് ബ്രിക്സ് ബ്ലോക്ക്. അതായത് ബ്രിക്സ് ബ്ലോക്കിലേക്ക് എന്താണ് ഒരു പുതിയ കൺട്രി കൂടി വന്നിരിക്കുന്നത്, അതായത് നൈജീരിയ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ് എന്താണ്, ഇത് കറന്റ് അഫയർ വരാനുള്ള ഒരു കാരണം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ പ്രത്യേകതകൾ നോക്കാം. നൈജീരിയ ബിക്കംസ് 9th ബ്രിക്സ് പാർട്ട്ണർ കൺട്രി. ഓക്കെ, ബ്രിക്സിന്റെ 9ാമത്തെ പാർട്ട്ണർ കൺട്രിയാണ് ആര് എന്ന് വിളിക്കുന്നത്, നൈജീരിയ എന്ന് വിളിക്കുന്നത്. ആൻഡ് ജോയിനിങ് ബലീറസ്, ബൊളീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, തായ്ലാൻഡ്, ഉഗാണ്ട ആൻഡ് ഉസ്ബെക്കിസ്ഥാൻ. ഓക്കെ, and in BRICS, a partner country refers to nations or organization invited to attend, submits ministerial meeting or participate to other joint ventures but without membership status or formal decision making power. ഇനി എന്താണ് പാർട്ട്ണർ കൺട്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇപ്പൊ ഈ ബ്രിക്സ് നടത്തുന്ന ഈ പാർട്ട്നേഴ്സിലേക്ക് രാജ്യങ്ങളാവാം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസുകൾ എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ബ്രിക്സ് നടത്തുന്ന മിനിസ്റ്റീരിയൽ കോൺഫറൻസസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അവരുടെ ജോയിന്റ് വെഞ്ചേഴ്സിന്റെ എന്താവാം, ഭാഗമാകാൻ പറ്റും. എന്തിന്റെ ആവശ്യമില്ല, മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഫോർമൽ ഡിസിഷൻ മേക്കിംഗ് പവറും എന്താണ് അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നൈജീരിയ പ്രത്യേകം എന്താ, നൈജീരിയ ഹാസ് ദ വേൾഡ്സ് 6th ലാർജസ്റ്റ് പോപ്പുലേഷൻ. ഓക്കെ, ലോകത്തിലെ 6th ലാർജസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, നൈജീരിയ ആണ്. ആൻഡ് ആഫ്രിക്കാസ് ലാർജസ്റ്റ് ഇൻ അഡീഷൻ ടു ബി 4th ലാർജസ്റ്റ് എക്കോണമി ഇൻ ആഫ്രിക്ക. അതുപോലെ തന്നെ ആഫ്രിക്കയിലെ തന്നെ 4th ലാർജസ്റ്റ് എക്കോണമി ഉള്ള രാജ്യം ഏതാണ്, നൈജീരിയ എന്ന് ആണ് എന്നുള്ള ആരുടെ പ്രത്യേകതയാണ്, നൈജീരിയയുടെ പ്രത്യേകതയാണ്. ആൻഡ് നൈജീരിയ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്, നൈജീരിയ സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓഫ്റ്റൻ കാൾഡ് ദ ഗെയിൻഡ് ഓഫ് ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ നൈജീരിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പേരിലാണ്, ഗെയിൻഡ് ഓഫ് ആഫ്രിക്ക എന്നുള്ള പേരിലാണ് ആരറിയപ്പെടുന്നത്, നൈജീരിയ അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ളത് ഏതിന്റെ പ്രത്യേകതയാണ്, നൈജീരിയയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ബ്രിക്സിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബ്രിക്സ് വാസ് ഫോംഡ് ബൈ ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന ഇൻ 2009. 2009 ഏതൊക്കെയാണ്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിക്സിന് രൂപം കൊടുക്കുന്നത്. പിന്നീട് 2010 എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ആഫ്രിക്ക കൂടി ഏതിന്റെ ഭാഗമാവുന്നുണ്ട്, ബ്രിക്സിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. ആൻഡ് ആസ് എ കൗണ്ടർ വെയിറ്റ് ടു G7 കൺട്രീസ് എന്നുള്ള ഏതിന്റെ ലക്ഷ്യമാണ്, ഇതിന്റെ ലക്ഷ്യമാണ്. ഇൻ 2023 BRICS added Iran, Egypt, Ethiopia and UAE while Saudi Arabia has been invited to join. അതുപോലെ തന്നെ 2023 ബ്രിക്സ് ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈജിപ്ത്, അതുപോലെ തന്നെ എത്തോപ്യ, UAE ആൻഡ് സൗദി അറേബ്യ.
And Indonesia has officially joined in BRICS group as the 10th member effective from January 2025. അതുപോലെ തന്നെ എന്താണ് ബ്രിക്സിന്റെ 10th മെമ്പർ ആയിട്ട് ഇന്തോനേഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി ജോയിൻ ചെയ്തതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ആൻഡ് തുർക്കി, അസർബൈജാൻ ആൻഡ് മലേഷ്യ ഹാവ് ഫോർമലി അപ്ലൈഡ് ടു ബിക്കം ബ്രിക്സ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ എന്താണ് തുർക്കി, അതുപോലെ തന്നെ അസർബൈജാൻ ആൻഡ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ എന്താണ് ബ്രിക്സ് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ബ്രിക്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത്. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്, ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി. എന്താണ് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റി, എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം എന്താ? എ 3-foot statue of 13th century Saint Narahari Tirtha depicting him with a script on palm leaves and flanked by devotees was discovered at Samchalam Temple in Visakhapatnam, Andhra Pradesh. Okay, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കാം. നമുക്കിനി ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയെ കുറിച്ച് എന്ത് ചെയ്യാൻ നോക്കാം. The Eastern Ganga dynasty, they ruled over Kalinga, modern day eastern coastal India, from 15th to 15th century AD. Okay, ഏകദേശം 5 മുതൽ 15th സെഞ്ചുറി AD വരെയാണ് ഇവർ എന്ത് ചെയ്തിരുന്നത്, ഭരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ കൺട്രോളിംഗ് റീജിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയായിരുന്നു, ഒറീസ, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയവയായിരുന്നു. ആൻഡ് ദ ഏർലി ക്യാപിറ്റൽ വാസ് കലിംഗര ആൻഡ് ദ സെക്കൻഡറി ക്യാപിറ്റൽ വാസ് ധൻഡപുര ആൻഡ് പാളൂർ ആയിരുന്നു. ആൻഡ് ഇതിന്റെ നോട്ടബിൾ റൂളേഴ്സ് ആരൊക്കെയാണ്, ഇൻക്ലൂഡ് അനന്തരവർമ്മൻ ചോളഗംഗ, അദ്ദേഹത്തിന്റെ കാലഘട്ടം ഏകദേശം 1078 മുതൽ 1147 സെഞ്ചുറി വരെയായിരുന്നു. ഹു വാസ് എ പാട്രോൺ ഓഫ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് റിനോഡ് ഫോർ കൺസ്ട്രക്ടിങ് ദ ജഗന്നാഥ് ടെമ്പിൾ ഇൻ പുരി. ഓക്കെ, ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, പുരിയിൽ എന്തിനു തുടക്കം കുറിക്കുന്നത്, ജഗന്നാഥ് ടെമ്പിളിന് തുടക്കം കുറിക്കുന്നതായിട്ട് കാണാൻ പറ്റാം. ആൻഡ് ഹിസ് സക്സസർ, പിന്നീട് അദ്ദേഹത്തിന്റെ സക്സസ് ആയിട്ടാണ് വരുന്നത് നരസിംഹദേവ് ആണ്, കണ്ടിന്യൂഡ് ഹിസ് ലെഗൻസി ആൻഡ് ബിൽറ്റ് ദ കൊണാർക്ക് സൺ ടെമ്പിൾ. പിന്നെ അദ്ദേഹത്തിന്റെ സക്സസ് ആയി വന്ന എന്ത് ചെയ്യുന്നുണ്ട്, നരസിംഹ എന്തിന് തുടക്കം കുറിക്കുന്നുണ്ട്, ഈ കൊണാക്കിലെ സൺ ടെമ്പിളിന് എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കം കുറിക്കുന്നുണ്ട്. ദ ഡൈനാസ്റ്റീസ് വെൽത്ത് ഫണ്ടഡ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആൻഡ് ഫോസ്റ്റേർഡ് പൊളിറ്റിക്കൽ അലയൻസ് ഇൻക്ലൂഡിംഗ് മാരേജ് വിത്ത് ദ ചോള ആൻഡ് ചാലുക്യ ഡൈനാസ്റ്റീസ്. അതുപോലെ തന്നെ ടെമ്പിൾ കൺസ്ട്രക്ഷൻസിൽ അതുപോലെ തന്നെ എന്താണ് ഈ പൊളിറ്റിക്കൽ അലയൻസ് ഇൻക്ലൂഡിംഗ് മാരേജ് അലയൻസ് വഴി എന്താണ് ചോള ചാലുക്യ ഡൈനാസ്റ്റീസുമായിട്ട് ആർക്ക് ബന്ധമുണ്ടായിരുന്നു, ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്, നോൺ പെർഫോമിംഗ് അസെറ്റ്, ദാറ്റ് മീൻസ് NPA. ഓക്കെ, എന്താണ് നോൺ പെർഫോമിംഗ് അസെറ്റ് ന്യൂസിൽ വരാൻ കാരണം എന്താ? The Reserve Bank of India (RBI) has received the Master Direction Reserve Bank of India Asset Reconstruction Companies Direction 2024. Okay, ഇതാണ് എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. നമുക്ക് നോക്കാം എന്താണ് ഈ നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? The non-performing asset is a loan classified as an NPA when the loan payments have not been made for the മിനിമം പീരീഡ് ഓഫ് 90 days. അതായത് ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഞാൻ ലോൺ എടുക്കുന്നു എന്ന് വയ്ക്കുക. എടുത്ത ലോൺ 90 ദിവസത്തേക്ക് ഞാൻ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ, മുതലോ പലിശയോ അടയ്ക്കുന്നില്ലെങ്കിൽ, ഈ ക്യാപിറ്റലിൽ നിന്നും ബാങ്കിന് പിന്നീട് എന്ത് കിട്ടുന്നില്ല, യാതൊരു തരത്തിലും വരുമാനം കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ആ അസറ്റിനെ ബാങ്ക് വിളിക്കുന്ന പേരാണ് ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, വിശേഷിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. ആൻഡ് ഫോർ അഗ്രികൾച്ചർ എ ലോൺ ഈസ് ക്ലാസിഫൈഡ് ആസ് എൻ NPA ഈസ് ദ പ്രിൻസിപ്പൽ ഓർ ഇൻട്രസ്റ്റ് ഈസ് നോട്ട് പെയ്ഡ് ഫോർ 2 ക്രോപ്പിംഗ് സീസൺസ്. ഇനി അഗ്രികൾച്ചറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ് വെച്ചെങ്കിൽ അവിടെ പറഞ്ഞു 90 ദിവസമാണ്. അഗ്രികൾച്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ വ്യത്യാസം എത്രയാണ്, അത് 2 ക്രോപ്പിംഗ് സീസൺസ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, അതിന്റെ പ്രത്യേകതയാണ്. ഇനി ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ ബാങ്ക് പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പല ടൈപ്സ് ഉണ്ട്. എങ്ങനെയാണ് പറയുന്നത്? The banks classify NPA into 3 categories based on the
ഡ്യൂറേഷൻ ഓഫ് നോൺ പെർഫോമിംഗ് ആൻഡ് റിക്കവറി ചാൻസസ്, അതായത് അത് തിരിച്ചടയ്ക്കാത്തതിന്റെ ഡ്യൂറേഷൻ, അതുപോലെ തന്നെ അത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത, റിക്കവറി ചാൻസസിന്റെ ബേസിൽ ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. 3 ടൈപ്പായിട്ട് ആര് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ബാങ്കുകൾ ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെയാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? NPA ഫോർ 12 months ഓർ ലെസ് ആണ് ഏത്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത്? ഡൗട്ട്ഫുൾ അസറ്റ്. എന്താണ് ഡൗട്ട്ഫുൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? NPA ഫോർ ഓവർ 12 months ആണ്. പിന്നെ വരുന്നതാണ് ലോസ് അസറ്റ്സ്. എന്താണ് ലോസ് അസറ്റ്? അൺകളക്റ്റബിൾ അസറ്റ്സ് വിത്ത് ദ ലിറ്റിൽ ഓർ നോ ചാൻസ് ഓഫ് റിക്കവറി നീഡിങ് ഫുൾ റൈറ്റ് ഓഫ് എന്നുള്ളതാണ് ഏതിന്റെ പ്രത്യേകത? ലോസ് അസറ്റ്സിന്റെ പ്രത്യേകത. അപ്പോൾ ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെ എത്രയായി തരംതിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എത്രയായിട്ടാണ് നമ്മൾ പറഞ്ഞു? 3 ആയിട്ടാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. 2 ഏതാണ്? ഡൗട്ട്ഫുൾ അസറ്റ്. 3 ഏതാണ്? ലോസ് അസറ്റ്. അങ്ങനെ 3 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റീഓർഗനൈസേഷൻ ആക്ട് 1971. ഓക്കെ, ഇതെന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഗ്രീറ്റഡ് മണിപ്പൂർ, ത്രിപുര ആൻഡ് മേഘാലയ ഓൺ ദയർ സ്റ്റേറ്റ്ഹുഡ് ഡേ 21st January. ഓക്കെ, ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള എന്താണ് ഒരു റീസൺ. ഓക്കെ, അവരുടെ സ്റ്റേറ്റ്ഹുഡ് ഡേ January 21 പ്രൈം മിനിസ്റ്റർ ഇവരെ ഗ്രീറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വരുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഈ മണിപ്പൂർ ആൻഡ് ത്രിപുര നോക്കുകയാണെങ്കിൽ എന്താണ്? അപ്ഗ്രേഡഡ് ഫ്രം യൂണിയൻ ടെറിട്ടറീസ് ടു ഫുൾ ഫ്ലഡ്ജ്ഡ് സ്റ്റേറ്റ്. അതായത് ആദ്യം എന്തായിരുന്നു? യൂണിയൻ ടെറിട്ടറീസ് ആയിരുന്നു. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫുൾ ഫ്ലഡ്ജ്ഡ് സ്റ്റേറ്റ് ആക്കി. അതായത് ഇന്ത്യയുടെ പൂർണ്ണ സംസ്ഥാനമാക്കിയിട്ട് ആരെയെ മാറ്റുന്നത്? മണിപ്പൂരിനെയും അതുപോലെ തന്നെ ത്രിപുരയും മാറ്റുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. പിന്നെ വരുന്നതാണ് ഇത് മേഘാലയ. അതിന്റെ പ്രത്യേകത എന്താ? ഫോംഡ് ആസ് ദ സ്റ്റേറ്റ് ഫ്രം ഓട്ടോണമസ് റീജിയൻസ് ഓഫ് ആസാം. ആസാമിന്റെ ഓട്ടോണമസ് റീജിയൻസിൽ നിന്നാണ് ഏത് രൂപം കൊള്ളുന്നത്? മേഘാലയ എന്നുള്ള സംസ്ഥാനം എന്താണ് രൂപം കൊള്ളുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. പിന്നെ വരുന്നതാണ് ഇത് മിസോറാം ആൻഡ് അരുണാചൽ പ്രദേശ്. എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ആസ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഇനി ഇവരുടെ റെപ്രസെന്റേഷൻ ഇൻ ലെജിസ്ലേച്ചർ നോക്കുകയാണെങ്കിൽ എന്താണ്? അലോക്കേറ്റഡ് സീറ്റ് ഫോർ ദ ന്യൂ ഫോർ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇൻ ദ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് റെപ്രസെന്റേഷൻ ഉണ്ട്. എൻഷുർഡ് പ്രോപ്പർ റെപ്രസെന്റേഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. അതുപോലെ തന്നെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെയും കൃത്യമായിട്ടുള്ള പ്രോപ്പർ റെപ്രസെന്റേഷൻ ഉണ്ടോ എന്നും എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാറുണ്ട്. ഇനി ഇതിന്റെ ജുഡീഷ്യൽ റീഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ഗുവാഹത്തി ഹൈക്കോർട്ട് ആസ് കോമൺ ഹൈക്കോർട്ട് ഫോർ സ്റ്റേറ്റ് ഓഫ് ആസാം, നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര. അതായത് ഈ കാണുന്ന സംസ്ഥാനങ്ങൾക്ക് ഏതൊക്കെ? ആസാം, അതുപോലെ തന്നെ നാഗാലാൻഡ്, മേഘാലയ, മണിപ്പൂർ, ത്രിപുര. ഈ 5 സംസ്ഥാനങ്ങൾക്ക് ഒരു കോമൺ ഹൈക്കോർട്ടാണുള്ള. അതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗുവാഹത്തി ഹൈക്കോർട്ട് എന്നുള്ള പേരിൽ ഒരു കോമൺ ഹൈക്കോർട്ടാണ് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത് ന്യൂസിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? നമ്മൾ അതായത് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസിന് ശേഷം സ്റ്റേറ്റ് റിഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ നടന്നതെന്ന് എന്ത് ചെയ്യാം? സാധാരണഗതിയിൽ എന്ത് ചെയ്യാം? ചോദ്യം വരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ അതിന്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഈ 1950 നമ്മൾ സംസ്ഥാനങ്ങളെ 4 ആയിട്ട് അഥവാ 4 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ പ്രകാരം ഏതൊക്കെയാണത്? ABCD എന്നിങ്ങനെ. അതിൽ പാർട്ടി എന്തായിരുന്നു? റൂൾഡ് ബൈ ഗവർണർ വിത്ത് ദ ഇലക്ടഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്നാണ്. ഓക്കെ, അവിടെ നിന്നാണ് ആദ്യത്തെ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് 1953 രൂപം കൊള്ളുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് ഫോർമർ പ്രിൻസ്ലി സ്റ്റേറ്റും പാർട്ട് സി എന്ന് പറയുന്നത് എന്താണ്? ഫോർമർ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിഷൻസ് സം പ്രിൻസ്ലി സ്റ്റേറ്റും പാർട്ട് ഡി എന്ന് പറയുന്ന ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡുമാണ്. പിന്നീടാണ് ഫസൽ അലി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 7ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1956 ഈ ABCD ക്ലാസിഫിക്കേഷൻസിനെ നമ്മൾ ഒഴിവാക്കുകയും ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ വരുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക.
ഈ 1986 ശേഷം സംസ്ഥാനങ്ങൾ എങ്ങനെ രൂപം കൊണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര എവിടുന്നാണ് രൂപം കൊള്ളുന്നത്? ബോംബെയിൽ നിന്നാണ്. ഏത് നിയമപ്രകാരം? ബോംബെ റിയോർഗനൈസേഷൻ ആക്ട് 1916 പ്രകാരം. അതുപോലെ തന്നെ നാഗാലാൻഡ് എവിടുന്നായിരുന്നു? ഫ്രം ആസാം എന്നാണ്. ഏത് നിയമപ്രകാരം? സ്റ്റേറ്റ് ഓഫ് നാഗാലാൻഡ് ആക്ട് 1962 പ്രകാരം. ആൻഡ് ഹരിയാന രൂപം കൊള്ളുന്നത് എവിടുന്നാണ്? പഞ്ചാബിൽ നിന്നാണ്. ഫ്രം പഞ്ചാബ് റിയോർഗനൈസേഷൻ ആക്ട് 1966 പ്രകാരം. മേഘാലയ രൂപം കൊള്ളുന്നത് എവിടുന്നാണ്? ആസാം നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് റിയോർഗനൈസേഷൻ ആക്ട് 1971 പ്രകാരം. ഛത്തീസ്ഗഡ് എവിടുന്നാണ്? ഫ്രം എം പി ആണ്. മധ്യപ്രദേശ് റിയോർഗനൈസേഷൻ ആക്ട് 2000 പ്രകാരം. ആൻഡ് ഉത്തരാഖണ്ഡ് എവിടുന്നാണ്? യു പി ആണ്. ആൻഡ് ഉത്തർപ്രദേശ് റിയോർഗനൈസേഷൻ ആക്ട് 2000 പ്രകാരം. ആൻഡ് ജാർഖണ്ഡ് എവിടുന്നാണ്? ബീഹാറിൽ നിന്നാണ്. ഫ്രം ബീഹാർ റിയോർഗനൈസേഷൻ ആക്ട് 2000 പ്രകാരം. ആൻഡ് തെലങ്കാന എവിടുന്നാണ് രൂപം കൊള്ളുന്നത്? ഫ്രം ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് റിയോർഗനൈസേഷൻ ആക്ട് 2014 പ്രകാരം. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫോംഡ് ബൈ ഗ്രാൻഡിങ് സ്റ്റേറ്റ്ഹുഡ് ഏതൊക്കെയാണ്? പ്രധാനമായിട്ട് എല്ലാത്തിന്റെയും നിയമം നമ്മൾ നോക്കണ്ട, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ ആൻഡ് ത്രിപുര, സിക്കിം ആൻഡ് മിസോറാം, അരുണാചൽ പ്രദേശ്, ഗോവ. ഇനി ഫോർമേഷൻ ഓഫ് യൂണിയൻ ടെറിട്ടറീസിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ആദ്യം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡ്, ഡൽഹി, ലക്ഷദ്വീപ്. അതുപോലെ തന്നെ പുതുച്ചേരി, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് 2019. ആൻഡ് ദാദ്ര നഗർ ഹാവേലി ആൻഡ് ഡാമൻ ആൻഡ് ദിയു 2020. നിലവിൽ ഇപ്പൊ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 28 സ്റ്റേറ്റ്സും അതുപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറിയാണ്. അതുപോലെ തന്നെ നിലവിൽ വരുന്ന സമയത്ത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എത്രയായിരുന്നു? നിലവിൽ വരുന്ന സമയത്ത് 14 സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ 6 യൂണിയൻ ടെറിട്ടറീസുമാണ് ആർക്കുണ്ടായിരുന്നത്? നമുക്ക് ഉണ്ടായിരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കും. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI. എന്താണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ന്യൂസിൽ വരാനുള്ള കാരണം? ദ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അനൗൺസ്ഡ് key revisions to the open market sales scheme domestic policy for 2024-25. These changes aim to improve food security and support ethanol production in India. Okay. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ആര് ന്യൂസിൽ വന്നിരിക്കുന്നത്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? The Food Corporation of India is a statutory body established under the Food Corporation of India Act 1964. അതായത് 1964 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആണ് ഏതിന് രൂപം കൊടുക്കുന്നത്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് രൂപം കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി ഇവരുടെ കീ റോൾസ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ടും ഇടപെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേതാണ്? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ആണ്. അതായത് FCI procures gains to fulfill NFSA 2013 requirements and distributes from them at a central issue prices to economically vulnerable sections എന്നുള്ളതാണ്. ഓക്കെ. അതായത് എന്താണ്? കൃത്യമായിട്ട് ഫുഡ് കിട്ടാത്ത ആളുകളെ ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുക? ഫുഡ് ഗ്രെയിൻസ് എത്തിക്കുക. ഏത് ആക്ട് പ്രകാരം? നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം 2013 പാസ്സാക്കിയ നിയമമാണ്. അത് എത്തിക്കുക എന്നുള്ള ആരുടെ ലക്ഷ്യമാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. അതുപോലെ തന്നെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് റേഷൻ കടകൾ ഡെലിവേഴ്സ് ഫുഡ് ഗ്രെയിൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് ഏജൻസീസ് ടു ഡിസ്ട്രിബ്യൂഷൻ ത്രൂ ദ ഫെയർ പ്രൈസ് ഷോപ്പ്. അതായത് എന്താണ്? ഈ ഫെയർ പ്രൈസ് ഷോപ്പുകൾ റേഷൻ കടകളിലേക്കൊക്കെ വേണ്ട സാധനങ്ങൾ എത്തിക്കുന്നതും ആരിലൂടെയാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൂടെയാണ് എന്നുള്ള ആരുടെ പ്രത്യേകതയാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ വരുന്നതാണ് ഇത് മാർക്കറ്റ് ഇന്റർവെൻഷൻ. എന്താണ്? സ്റ്റെബിലൈസ് ഫുഡ് പ്രൈസസ് ആൻഡ് മിറ്റിഗേഷൻ ഇൻഫ്ലേഷൻ ത്രൂ ദ പ്രൊക്യൂർമെന്റ് ഓഫ് OMSS, ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം. അതായത് ഇപ്പൊ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില അല്ലെ ക്രമാതീതമായ രീതിയിൽ കൂടുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അരിയുടെ വിലക്ക് ക്രമാതീതമായ രീതിയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കുറഞ്ഞ വിലയിൽ എത്തിക്കുക എന്നുള്ള ആരുടെ ലക്ഷ്യമാണ്? നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എന്താണ് ലക്ഷ്യമാണ്? ആൻഡ് പ്രൊവൈഡ്സ് എ സേഫ്റ്റി നെറ്റ് ഫോർ ഫാർമേഴ്സ് ബൈ എൻഷുറിംഗ് മിനിമം സപ്പോർട്ട് പ്രൈസ്. അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഓരോ സാധനങ്ങൾക്കും ഗ്യാരണ്ടി ചെയ്യുന്ന ആരാണ്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ തന്നെ എന്താണ്? ഇതിന്റെ സോണൽ റീജിയൻ ഡിസ്ട്രിക്ട് ഓഫീസുകൾ വഴിയാണ് ആര്
ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നാഷണൽ വൈഡ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നത്? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ള മാറ്റ പ്രത്യേകതയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ 5 ദിവസത്തെ കറണ്ട് അഫെയർ എന്ന് നമുക്ക് നോക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.